കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എല്ലാ ശാലോം പ്രേക്ഷകർക്ക് മന്നയുടെ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അനേകം വർഷം ഇവിടെ ആയിരിക്കുകയും ശുശ്രൂഷയിലായിരിക്കുകയും ചെയ്യുന്ന അനേകരെ ഈ വേദിയിൽ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നേ ദിവസം നമ്മോടുകൂടി ആയിരിക്കുന്നത് അപ്രകാരം ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നിതീഷ് എന്നാണ്. ഞാൻ നാട്ടിൽ എറണാകുളത്ത് കളമശ്ശേരിയിലാണ് വീട്. കളമശ്ശേരി വിശുദ്ധ പത്താംബീസ് പള്ളി ഇടവക ദേവാലയം. വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. പിന്നെ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞവർ അമേരിക്കയിലാണ്. പ്രവാസ ജീവിതത്തിലായിട്ട് 17 വർഷത്തോളമായി. കുടുംബജീവിതമായിട്ട് പ്രവാസിയായിട്ട് കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷവുമായി. എൻ്റെ പേര് ഷീജ. ഞാൻ നാട്ടിൽ തൃപ്പൂണിത്തുറയിലാണ് വീട്. വീട്ടിൽ അമ്മയുണ്ട്, സഹോദരനും കുടുംബവും. ഇവിടെ 10 വർഷമായിട്ട് ഇവിടെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നു. എൻ്റെ പേര് അന്ന. ഞാൻ 9ാം ക്ലാസ്സിൽ ഇന്ത്യൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആബേൽ. ഞാൻ 5ാം ക്ലാസ് ഇന്ത്യൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആഞ്ചലോ. ഞാൻ 1ാം ക്ലാസ്സിൽ നിന്ന് ഇന്ത്യൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഒരു വ്യക്തി പ്രവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ശുശ്രൂഷകളിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു പിൻബലം എപ്പോഴും ഉണ്ടായിരിക്കും. അതെല്ലാവരുടെ ജീവിതത്തിലും അപ്രകാരം തന്നെയാണ്. നിതീഷിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴമായ ഒരു അനുഭവം ഏത് മേഖലയിൽ നിന്നാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെട്ടത് ഈ പ്രവാസ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. എന്നാലും അതിന് അടിത്തറ പാകിയത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ദേവാലയത്തിനുണ്ടായിരുന്ന ജീവിതത്തിലാണ്. എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് ചെയ്തു തന്ന വലിയൊരു കാര്യമായിട്ട് ഞാനത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ചെറുപ്പം തുടങ്ങി തന്നെ എന്നെ പള്ളിയിൽ കൊണ്ടുപോയി അവിടുത്തെ എല്ലാ ഭക്തസംഘടനകളിലും ചേർത്തു. അതായത് നമ്മുടെ നാട്ടിലുള്ള CLC, വിൻസെൻ്റ് പോൾ സൊസൈറ്റി, അൾത്താര ബാലൻ, അങ്ങനെ എന്നിങ്ങനെ വേണ്ട എല്ലാത്തിലും ഞാൻ അംഗമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ രൂപപ്പെട്ടതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഒരു പള്ളി തേടി പോകാനും കൂട്ടായ്മ തേടി പോകുവാനൊക്കെ വേണ്ടിയുള്ളൊരു അതിലേക്കൊരു ചായ്വ് ചെറുപ്പം തുടങ്ങി തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടാകാനും കാരണം ആ നാട്ടിലുണ്ടായിരുന്ന പള്ളിയിലുണ്ടായിരുന്ന മാതാക്കൾ നൽകിയ ആ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണെന്ന് പറയാൻ സാധിക്കും. ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുമ്പോൾ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ്. എപ്രകാരമാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടായ സാഹചര്യം? ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചെങ്കിലും ഞാൻ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ ചെറുപ്പം മുതലേ സിസ്റ്റേഴ്സ് ഈശോനെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഈശോനോട് പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പള്ളിയോട് ചേർന്നിട്ടാണ് സ്കൂൾ. അപ്പോൾ രാവിലെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പ്രീ ഡിഗ്രി വന്നപ്പോഴേക്കും സേക്രഡ് ഹാർട്ട് കോളേജിലാണ്. അപ്പോൾ അവിടെയും പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയതിന് ശേഷമാണ് ഞാൻ കോളേജിലേക്ക് വന്നിരുന്നത്. പിന്നെ പോളിടെക്നിക്കിലായപ്പോൾ അതിന് മുന്നേ 10ാം ക്ലാസ്സിലെ വെക്കേഷൻ സമയത്ത് എൻ്റെ ഒരു അകന്ന ബന്ധു വീടിൻ്റെ അടുത്തുള്ളത് അന്തോണീസ് പുണ്യാളൻ്റെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ നൊവേനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ അന്തോണിസൂറിൻ്റെ പള്ളിയിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ വിവാഹത്തിലേക്ക് കടന്നു വന്നു. വിവാഹത്തിലേക്ക് കടന്നതിന് മുന്നേ മാമോദിസ സ്വീകരിച്ചിരുന്നു. അതിന് മുന്നേ പ്രാർത്ഥനകളെല്ലാം ഞാൻ നന്നായിട്ട് പഠിച്ചു. പക്ഷെ അതിന് മുന്നേ കൊന്തയൊക്കെ ശരിക്കും വ്യക്തമായിട്ട് പഠിക്കുന്നതിന് മുന്നേ എനിക്ക് ആകെ കൂടി അറിയുന്നത് ഒരു സ്വർഗസ്വനതും 10 നന്മ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പ്രാവശ്യം അങ്ങനെ ചൊല്ലി ഒരു കൊന്തയാകുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോരുമ്പോഴും ബസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കൊന്ത ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം വിവാഹത്തിന് സമയമായപ്പോഴേക്കും വിവാഹത്തിൻ്റെ അന്ന് അച്ഛനിങ്ങനെ വലതുകരം പിടിച്ച് നിൽക്കാമെന്ന് ആൾക്കാരുടെ മുന്നിൽ നിൽക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അന്ന് ഈശോയോട് പറഞ്ഞ ഒരു പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, ഈശോയെ അങ്ങയുടെ കൈകളിലാണ് ഞാൻ ഈ പിടിച്ചിരിക്കുന്നത്, ഈ കൈ ഒരിക്കലും എന്നിൽ നിന്ന് അങ്ങിൽ നിന്ന് തട്ടിക്കളയരുതേന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അന്ന്. ഇന്നും ഈശോ ആ ഒരു വാഗ്ദാനത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും, അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. സത്യത്തിലൊരു വ്യക്തിയെ പ്രവാസത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഒരു വശീകരിച്ച് കൊണ്ടുവരിക. അയാളെക്കുറിച്ച് വലിയ പദ്ധതി ദൈവത്തിനുണ്ട്. അത് പക്ഷേ പല വ്യക്തികളും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നിതീഷ് ഇന്ന് ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ദേവജനം തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുമെന്ന്. എങ്ങനെയായിരുന്നു പ്രവാസത്തിലേക്ക് വരാനുണ്ടായിരുന്നൊരു സാഹചര്യം? ഞാൻ മുന്നേ പറഞ്ഞ പോലെ വിവാഹത്തിന് ശേഷമാണ് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നമ്മളെല്ലാവരും പറയുന്ന പോലെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനായിട്ട് ഗൾഫിലേക്ക് പോകണം. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കെ ഒരു ക്രിസ്മസിൻ്റെ രാവിലാണ് എനിക്ക് ഈ വിസ റെഡിയായ കാര്യം എൻ്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ പിതാവ് വഴി ഞാൻ അറിയുന്നത്. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നു, മിൽട്ടൺ പറഞ്ഞ പോലെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ ക്രിസ്തുമസിന് എനിക്ക് ലഭിച്ച ഒരു സമ്മാനമാണ് ഇങ്ങോട്ട് കടന്നു വരുവാനായിട്ട്. ഇങ്ങോട്ട് കടന്നു വന്നത് എൻ്റെ സാമ്പത്തിക ജീവിതത്തിൻ്റെ ഉന്നമനം മാത്രമല്ല കർത്താവ് എനിക്ക് നൽകിയത്, മറിച്ച് ഞാൻ അറിയാത്തതിലപ്പുറത്തേക്ക് ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ദൈവം വഴി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ക്രിസ്മസിന് നൽകിയൊരു സമ്മാനമാണ് ഗൾഫ് ജീവിതം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും ശുശ്രൂഷയ്ക്ക് അനേകർ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. പക്ഷേ ജയിൽ മിനിസ്ട്രിയിലും ലേബർ ക്യാമ്പുകളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ അപ്പാടെ മാറ്റുന്നൊരവസ്ഥയാണ്. കാരണം ജോലി കഴിഞ്ഞിട്ട് പലപ്പോഴും രാത്രികളോളം പല സ്ഥലങ്ങളിലും പലരെയും കാണാൻ പോകേണ്ടി വരും, പലരുടെ ജീവിതത്തിൽ ഇടപെടേണ്ടി വരും, തകർന്നു പോയവരെ കൈപിടിച്ചുയർത്തേണ്ടി വരും. അതാണ് ആ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകത. എങ്ങനെയാണ് നിതീഷ് ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം? ഞാൻ ലേബർ ക്യാമ്പിലായിരുന്നു ഇവിടെ ഗൾഫിൽ വന്നപ്പോൾ താമസിച്ചിരുന്നത്. അപ്പോൾ എന്നെ അവിടെ നിന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 1-2 പേര്, സിജു, ക്രിസ്, അങ്ങനെ പറയുന്ന എൻ്റെ സീനിയറായിട്ടുള്ള എൻജിനീയേഴ്സ്, അവരെന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പോയ കൂട്ടായ്മയാണ്, 14 വർഷങ്ങൾക്ക് മുമ്പ് പോയ കൂട്ടായ്മയാണ് നമ്മുടെ ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ കീഴിലുള്ള കരിസ്മാറ്റിക് കൂട്ടായ്മ റഷീദിയ പ്രയർ ഗ്രൂപ്പ്. അങ്ങനെ അവിടെയാണ് ഞാൻ എൻ്റെ ഇവിടുത്തെ കരിസ്മാറ്റിക് കൂട്ടായ്മ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ കരിസ്മാറ്റിക് കൂട്ടായ്മ ജീവിതം ആരംഭിച്ചു. പോകെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദൈവം എന്നെ അവിടുത്തെ ഒരു കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തു കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ. അപ്പോൾ ഷീജയും കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ദുബായിൽ എത്തിച്ചേർന്ന് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഷീജ പറയുന്ന പോലെ എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും സപ്പോർട്ടായിട്ട് മുട്ടുമേൽ നിൽക്കുന്ന ഒരു ഭാര്യ എനിക്ക് വീട്ടിലുണ്ടെന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. കാരണം എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് നോട്ടക്കുറവ് അപ്പോൾ നമുക്ക് സംഭവിക്കും. കാരണം നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്നതുകൊണ്ട് വളരെ ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും വീട്ടിലിരുന്നുകൊണ്ട്. അങ്ങനെ ഞാൻ കോർഡിനേറ്റർ 2 വർഷം കോർഡിനേറ്ററായി തുടർന്നു. അതിനുശേഷം കോർഡിനേറ്ററിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതുവരെ ഞാൻ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ ഈ കോർഡിനേറ്ററിൻ്റെ 2 വർഷം കാലാവധി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശൂന്യത എൻ്റെ മനസ്സിൽ നിറയുകയാണ്. കാരണം ഒന്നും ചെയ്യുവാനില്ല, ഒരു ശുശ്രൂഷയും ചെയ്യുവാനില്ലാത്തൊരു തോന്നൽ. നമുക്ക് ആഴ്ചയിൽ നാട്ടിൽ നമുക്ക് കുർബാനക്ക് പോകുന്ന പോലെ ആഴ്ചയിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രം പോകേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ ആ ശൂന്യതയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ചോദ്യം ഇങ്ങനെ തോന്നുന്നത്. കാരണം ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെയാണ് ജയിൽ മിനിസ്ട്രികളൊക്കെ വർഷങ്ങളായിട്ട് പോകുന്ന ബെൻസി ചേട്ടൻ, അങ്ങനെ ഒരുപാട് സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെൻസി ചേട്ടനോട് ചോദിച്ചു,
ബെൻസി ചേട്ടാ ഞാനും നിങ്ങളുടെ കൂടെ ജയിൽ മിനിസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് ഞാനും വന്നോട്ടെ എന്ന് ചോദിച്ചു. ബെൻസി ചേട്ടനാണെങ്കിൽ അത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറയുന്ന പോലെ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയിൽ മിനിസ്ട്രിയിലേക്ക് അന്ന് തൊട്ട് പോകാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ ജയിൽ മിനിസ്ട്രിയിലും അതുപോലെ തന്നെ ഞങ്ങൾ ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ കീഴിൽ റിച്ച്വുഡ് മിനിസ്ട്രി ഉണ്ടെന്ന് മിൽട്ടൺ അറിയാമല്ലോ. അപ്പോൾ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ലേബർ ക്യാമ്പും ഹോസ്പിറ്റലും അതുപോലെ ജയിൽ മിനിസ്ട്രിയിലും സജീവമായിട്ട് പോകാണ്ട് ദൈവം വഴി നടത്തി. ഞാൻ ഓർക്കുന്നു ലേബർ ക്യാമ്പിലൊക്കെ പോകുമ്പോഴും എനിക്കൊരു മടുപ്പൊന്നും തോന്നാതിരിക്കണം. ഒരു കാരണം ദൈവം എന്നെ ആ മേഖലകളിൽ പണ്ട് എന്നെ താമസിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ലേബർ ക്യാമ്പിൻ്റെ ഏത് വഴികളിലൂടെയും ആരുടെയൊക്കെ കൂടെ നടന്നാലും എനിക്കൊരു മടുപ്പൊന്നും തോന്നാത്തതിൻ്റെ ഒരു കാരണം ഞാനും അവരിൽ ഒരാളായിരുന്നു. അപ്പോൾ എന്നെ അതിൽ കൊണ്ടുപോകാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിനായിട്ട് ദൈവം ആ മേഖലകളിലൂടെ എന്നെ പണ്ടേ നടത്തിയെന്നാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയായിരുന്നു ഈ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നത്. നിതീഷിൻ്റെ ജീവിതത്തിൽ ഈ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അനേകം അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, അനേകം കാര്യങ്ങൾ ജീവിതത്തെ അല്ലെങ്കിൽ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ റിച്ച്വുഡ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ജയിൽ മിനിസ്ട്രിയിൽ സജീവമായിട്ട് പങ്കെടുക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തങ്ങിയൊരു അനുഭവം ഞാൻ പങ്കുവെക്കാം. ഞങ്ങൾ സത്യത്തിൽ ജയിലിൽ പോകുമ്പോൾ സുവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശോയെപ്പറ്റി അധികമൊന്നും അങ്ങനെ പറഞ്ഞു, പക്ഷെ മറിച്ച് അവരുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കുക, അവർക്ക് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണെന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് പോലെ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ കാണുവാൻ തക്കവണ്ണത്തിൽ അവരോട് ഒരു അടുപ്പം സ്ഥാപിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. തമിഴ്നാട്ടിലൊരു കുഗ്രാമത്തിൽപ്പെട്ട ഒരു അക്രൈസ്തവനാണ് മല്ലിസ്വാമി. അപ്പോൾ ഇങ്ങനെ ഈ മല്ലിസ്വാമി എന്നുള്ള സഹോദരനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി നമ്മൾ വന്നിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഇത്രയും ഒരു പരിചയമില്ലാത്ത, എൻ്റെ കുടുംബക്കാരനല്ല, എൻ്റെ നാട്ടുകാരനല്ല, വീട്ടുകാരനല്ല, എൻ്റെ പരിചയക്കാരൻ ഒന്നുമല്ലാത്ത ഒരാൾ എന്നെ കാണാൻ വരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ആ മല്ലിസ്വാമിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അദ്ദേഹത്തെ കാണുക, ആ ജയിലിലായിരുന്നിട്ട് പോലും പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു, നിറയെ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും വരവേൽക്കുന്നത്. ജയിലിലാണെന്നുണ്ട് ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി പ്രസന്നഭാവത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകെ ഈശോയിലോട്ടൊക്കെ അടുത്ത് ഈശോയുടെ അവിടെ പ്രാർത്ഥനകളിലൊക്കെ സജീവമായിട്ട് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞു, ഞാനിപ്പോൾ ദൈവത്തെ അറിയുന്നു, ഇതുപോലെ എൻ്റെ കുടുംബവും ആ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തെ ഒന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, താല്പര്യമാണെങ്കിൽ വേളാങ്കണ്ണിയിൽ പോകട്ടെ, ഒരു വേളാങ്കണ്ണി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാണ്ട് സഹായിക്കാം. അപ്പോൾ കാരണം തമിഴ്നാട്ടിൽ നമുക്കറിയാം വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് വലിയൊരു എന്താ പറയുക അട്രാക്ഷൻ, വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം മാതാവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സഹായിക്കാം, മാതാവിൻ്റെ അടുത്ത് പോകാറുണ്ട്. അങ്ങനെ വേളാങ്കണ്ണി പള്ളി കുടുംബത്തിന് പോകാൻ വേണ്ടി, നാട്ടിൽ ഭാര്യയും മക്കളും ഉണ്ട്, അവർക്ക് പള്ളിയിൽ പോകുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തു. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇയാളെ കാണാൻ ജയിലിൽ പോയപ്പോൾ അന്ന് അദ്ദേഹം ആ ജയിൽ മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തിരുന്നു കൊണ്ട് എന്നോട് പങ്കുവച്ചത് അത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കണം. കാരണം ഞങ്ങൾ അന്ന് ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു മല്ലിസ്വാമി ഞങ്ങളോട് സംസാരിച്ചത്. പറയുകയാണ്, ചേട്ടാ എൻ്റെ ഭാര്യയും മക്കളും വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അന്നത്തെ സംഭവം പറയുകയാണ്. കാരണം ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു, അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുന്നു. കുറച്ച് നേരം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവർ ബസ്സിലാണ്. കുറേ കൂടി കഴിഞ്ഞ് വിളിച്ചു, ഏതാണ്ട് 500-600 കിലോമീറ്റർ പോകണം പള്ളിയിലേക്ക്. അവർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനിങ്ങനെ അവരുടെ ഓരോ ഘട്ടത്തിലും ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു ഇവിടെ നിന്ന്. പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ചേട്ടാ ഞങ്ങളിപ്പോൾ പള്ളിയിൽ കയറി മാതാവിൻ്റെ അടുത്ത് കയറി പ്രാർത്ഥിച്ചു, ഒത്തിരി സന്തോഷമായി. പുറത്തിറങ്ങിയപ്പോൾ ഒരു അച്ഛനെയും കണ്ടു. അപ്പോൾ അച്ഛനോടും പറഞ്ഞു, ഇങ്ങനെ ചേട്ടൻ ജയിലിലാണ്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളെല്ലാവരും തലയെ കൈവച്ചുകൊണ്ട് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഇതാ പള്ളിയിൽ മണി മുഴങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ അടിക്കുന്ന ആ മണിനാദം ഭാര്യ മൊബൈലിൽ ഇങ്ങനെ മണിയുടെ നേരെ അങ്ങോട്ട് വെച്ച് കൊടുത്തുകൊണ്ട് ഇവിടെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ പറയുകയാണ്, ഇത്രയും ദൂരത്തുനിന്നുകൊണ്ടും ആ വേളാങ്കണ്ണി പള്ളിയിൽ മുഴങ്ങുന്ന മണികൾ 10,000-3500 കിലോമീറ്റർ അകലെയുള്ള ജയിലിലിരുന്നുകൊണ്ട് എന്നെ കേൾപ്പിച്ചെങ്കിൽ എന്തുമാത്രം സ്നേഹമാണ് ദൈവത്തോ എന്നോടുണ്ടെന്ന് ചേട്ടാ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്ന് കരയുകയാണ്. കേട്ടപ്പോൾ എനിക്കും സത്യത്തിൽ ഞാനും വിചാരിച്ചു, കാരണം നമ്മളൊക്കെ പള്ളികളിൽ പോകുന്ന ആളുകളാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു
ആഴമേറിയ വിശ്വാസം അല്ലെങ്കിൽ ആഴമേറിയ സ്നേഹം ദൈവത്തോട് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് സത്യത്തിൽ അവിടെ ഇരുന്ന് ചിന്തിച്ചു പോയി. 3500ഓളം കിലോമീറ്റർ അകലെ വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് മണിനാദം കേൾപ്പിച്ചു തരുന്നൊരു ദൈവം, അത് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു സംഭവമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ കുടുംബത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ദൈവത്തിലേക്ക് അവർ കടന്നു വന്നത് പിന്നെ ഇന്നും ആ നിറഞ്ഞ ചിരിയുമായിട്ട് അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം മണിനാദങ്ങൾ ഇങ്ങനെ കേട്ടുപോയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാറ് പോലുമില്ല. പക്ഷേ മല്ലുസ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തെ മാത്രമല്ല ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു മണിനാദമായിരുന്നു വേളാങ്കണ്ണി മാതാവിൻ്റെ. ഷീജ, പ്രാർത്ഥനയുടെ അനേകം അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ ലഭിച്ച അനേകം അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ദൈവ പരിപാലന അനുഭവിച്ച നിമിഷങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ലഭിച്ച അനുഗ്രഹങ്ങൾ അനേകമുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാമോ? ദൈവപരിപാലന ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഈശോ ശരിക്കും വചനത്തിൽ പറയുന്ന പോലെ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്നും ഈശോ അത് പാലിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് എൻ്റെ ചെറിയ മോൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് സ്കൂളിലേക്ക് ചേർക്കേണ്ട ഒരു സമയമായപ്പോൾ മോന് സംസാരിക്കാനായിട്ട് ഇച്ചിരി സ്ലോ ആയിരുന്നു, കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത വർഷം അടുത്ത അക്കാഡമിക് ഇയറിൽ മോനെ സ്കൂളിൽ ചേർക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു കുട്ടിയുടെ ഒരു വർഷം പോകുകയില്ലേ, അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഈശോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ എനിക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ ഈ വർഷം മോനെ NA സ്കൂളിൽ ചേർക്കുക, 2 വർഷം കഴിഞ്ഞ് 1ാം ക്ലാസ് ആകുമ്പോൾ ഞാൻ നിനക്ക് അഡ്മിഷൻ മേടിച്ചുതരാം, ഇന്ത്യൻ ഹൈസ്കൂൾ അഡ്മിഷൻ മേടിച്ചുതരാം. മക്കൾ 2പേരും ഇന്ത്യൻ ഹൈസ്കൂളാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്കൂളിലേക്ക് ചേർക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മോനെ NA ചേർത്തു. 2 വർഷം കഴിഞ്ഞ് മറ്റേ ഇന്ത്യൻ ഹൈസ്കൂളിൽ ടെസ്റ്റ് എഴുതേണ്ട സമയമായപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മോനെ ടെസ്റ്റ് എഴുതിച്ചു. ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് മോൻ തിരിച്ചു വന്ന് മോൻ പറഞ്ഞു, നന്നായിട്ട് തന്നെ അമ്മേ ഞാൻ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരു തെറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി എല്ലാം എൻ്റെ ശരിയാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം അങ്ങോട്ട് പള്ളിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഇങ്ങനെ വിശേഷം ചോദിച്ച കൂട്ടത്തിൽ ഇങ്ങനെ മോൻ ടെസ്റ്റ് എഴുതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആ കുട്ടിയുടെ പേരൊന്ന് തായോ, ഞാനത് എന്തെങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ പേര് മാത്രം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇന്ത്യൻ ഹൈസ്കൂളിൽ നിന്ന് മെയിൽ വന്നു, കുട്ടി ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്, പക്ഷേ സീറ്റ് കുറവായതുകൊണ്ട് ഇപ്പോൾ അഡ്മിഷൻ ഇല്ല എന്നുള്ള മെയിൽ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കിട്ടില്ല, അതുകൊണ്ട് വിട്ട് കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മോനെ അവറോണിൽ അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഞാൻ ഈ കൂട്ടുകാരിയെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ഷീജ സോറി കേട്ടോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കുറേ പേഴ്സണലി പ്രോബ്ലംസ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യമേ മറന്നുപോയിട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഞാനും വിട്ടുകളഞ്ഞു, സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടുകളഞ്ഞു. അതിനുശേഷം ഒരു ദിവസം ഞങ്ങൾ 3 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളെ ഓട്ടോസർവീസിന് മെയിൽ ചെക്ക് ചെയ്ത സമയത്ത് ഒരു മെയിൽ വന്ന് കിടക്കണം, അന്ന് 12:30 മണിക്ക് ഉള്ളിൽ കുട്ടിക്ക് അഡ്മിഷൻ ശരിയായിട്ടുണ്ട്, വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട്. അപ്പം തന്നെ ഞാൻ നിതീഷിനെ എനിക്ക് മാത്രമേ മെയിൽ വന്നിട്ടുള്ളൂ, നിതീഷിന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിതീഷിനെ വിളിച്ചു പറഞ്ഞ് സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ അവർ സമയം കഴിഞ്ഞു പോയി, നിങ്ങൾക്കൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ 2 പേരും കൂടെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരോട് ഒരു ചാൻസും ഇല്ല, നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു പോയി. എങ്കിലും അവർ നിതീഷിൻ്റെ മൊബൈൽ നമ്പർ അവിടെ മേടിച്ചു വെച്ചു. അതിൻ്റെയും പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ഈശോനോട് ചോദിച്ചു, ഈശോയെ നീ എനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്താൽ നീ എനിക്ക് തന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല, അതെനിക്ക് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈശോയുടെ ശരിക്കും കാല് പിടിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ കൂടി വരുവാണ്, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിന് പിന്നെ വേറൊരാളുടെ സഹായത്തിന് പോയി? അപ്പം എന്നെ വിശ്വാസമില്ലേ, നീ പറയുമല്ലോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാം നിനക്ക് ലഭിക്കുമെന്ന് പറയുന്നത്, അത് നിനക്ക് പറ്റി തെറ്റല്ലേ എന്ന് ഇങ്ങനെ വരണയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വേഗം ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോ എനിക്ക് തെറ്റ് പറ്റി, നിന്നെ വിട്ടിട്ട് ഞാനൊരു വേറൊരു വഴി കൂടി പോയത് എൻ്റെ തെറ്റാണ്, എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, ഞാൻ കുമ്പസാരിച്ചോളാം, ഇന്ന് വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ കുമ്പസാരിച്ചോളാം എന്ന് ഞാൻ ഈശോയ്ക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കൊന്ത ചൊല്ലിയിട്ട് സാധാരണ പോലെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഫോണിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് നിതീഷിനോട് പറയണം, ഇങ്ങനെ വൈകുന്നേരം പള്ളിയിൽ പോകണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറയാനായിട്ട് ഞാൻ നടന്നപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ വന്നു. നിതീഷിൻ്റെ ഫോണായിരുന്നു. നിതീഷ് ഒരു കുറച്ച് മുന്നേ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അഡ്മിഷൻ ഓക്കെയാണ്, നിങ്ങൾക്ക് എപ്പോഴും വന്നാലും നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാമെന്ന് അവിടെ നിന്നൊരു ഫോൺ വരികയാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു ദൈവപരിപാലന എന്ന് അനുഭവിച്ചൊരു നിമിഷങ്ങളായിരുന്നു. ഒരുപക്ഷെ ആ പറഞ്ഞ ഒരു തെറ്റാന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ നമ്മൾ തീരുമാനമെടുത്ത് കുമ്പസാരിക്കാമെന്ന്. ദൈവം സമയാസമയത്ത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല പിതാവായതുകൊണ്ട്
പെട്ടെന്ന് തന്നെ നമ്മുടെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. നിതീഷിൻ്റെ ജീവിതത്തിൽ കുറച്ചു മുമ്പ് പറഞ്ഞു, വളരെ വലിയ സപ്പോർട്ടാണ് ഷീജ നൽകുന്നത്, ശുശ്രൂഷയിലാണെങ്കിലും പല വിധത്തിലും. ഒരു ശുശ്രൂഷകൻ്റെ വലിയ ബലമാണ് അയാളുടെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന. അങ്ങനെ അനുഭവപ്പെട്ട ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടിയത് എന്ന് തോന്നാൻ തക്ക വിധത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് നേടിക്കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന കമ്പനിയിൽ എൻ്റെ പൊസിഷൻ പോലും ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും കൊണ്ട് കിട്ടാവുന്ന ഒന്നല്ല, മറിച്ച് എൻ്റെ ജീവിത പങ്കാളി ഷീജ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് മേടിച്ചു തരുന്നതാണ് എല്ലാ കാര്യങ്ങളും. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പോകുന്ന എല്ലാ മേഖലകളിലും എൻ്റെ ഒരു ബലം എന്ന് പറയുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ഷീജ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്ന കാര്യങ്ങളിൽ മേഖലകളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിനായിട്ട് മക്കളുടെ കാര്യത്തിലാണെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ ഒത്തിരി കാലം എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയാണ് ദൈവം എനിക്ക് നൽകിയത്. എനിക്ക് ജീവിതത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയൊരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഷീജ ഇവിടെ വന്നിട്ടില്ല, നാട്ടിലാണ്. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫസ്റ്റ് ടെസ്റ്റിന് എനിക്ക് കിട്ടുകയായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ ഓർക്കുന്നത്, പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഷീജ നേരത്തെ അനുഭവത്തിൽ പങ്കുവച്ചു, അന്തോണീസ് പുണ്യാളൻ്റെ നൊവേനയിൽ വളരെ ഭക്തിപൂർവ്വം സംബന്ധിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം അതേ സമയത്ത് കലൂപ്പള്ളിയിൽ എനിക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഷീജ. അപ്പോൾ ഞാൻ ടെസ്റ്റ് അന്ന് പാസ്സായിട്ട് ഞാൻ ഉടനെ വിളിക്കുമ്പോഴാണ് അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഷീജ പറഞ്ഞു, ഞാനിവിടെ മുട്ടുമേൽ നിൽക്കുകയായിരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അന്ന് ഇദ്ദേഹം, എൻ്റെ ഭാര്യ, മുട്ടുമേൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ടെസ്റ്റ് പാസ്. കാരണം അന്ന് ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ എൻ്റെ കൂടെയാണ് 4 പേരും പൊട്ടി, ഞാൻ മാത്രമേ പാസ്സായുള്ളൂ. അതുകൂടാണ്ട് നമുക്കറിയാം ദുബായിലെ തിരക്കുള്ള റോഡിലേക്ക്, അന്ന് തിരക്കുള്ള റോഡിലേക്ക് ഇറക്കിയിട്ട് മുമ്പിൽ ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഇരുന്ന ഇൻസ്പെക്ടർ ലൈൻ മാറ്, നീ അവിടെ നിർത്തി ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഒരു വണ്ടി പോലും എതിരെയില്ല, സൈഡിലുമില്ല. അത്രമാത്രം ഒരു റോഡ് വരെ ദൈവം ക്ലിയറാക്കി തന്നുകൊണ്ട് ആദ്യത്തെ ടെസ്റ്റിന് തന്നെ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ദുബായിൽ പാസ്സാകാനായിട്ട് സാധിച്ചത് ഒരു കാര്യം എനിക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച ഷീജയാണ്. അതുമാത്രമല്ല, ഇന്ന് വരെ ജീവിതത്തിൽ എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ, അത് വലിയ ഭാഗ്യം തന്നെയാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങൾ ഏക ശരീരമായി മാറുന്നു. പൗലോസ്ലീഹ പറയുന്നു, ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, ഏതൊരവയവത്തിന് വേദനിച്ചാലും അതെല്ലാ അവയവങ്ങളെയും ബാധിക്കുമെന്ന്. ഭർത്താവിന് വേണ്ടി നിരന്തരമായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നൊരു ഭാര്യ നിതീഷിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. ഷീജ, വിശ്വാസത്തിൽ ഇത്ര ആഴമായി നിലകൊള്ളുമ്പോൾ തന്നെ അതേ വിശ്വാസം മക്കളിലേക്കും പങ്കുവെച്ചു കൊടുക്കുവാനും അവരെ എല്ലാവരെയും നല്ല വിശ്വാസ വഴിയിലൂടെ വളർത്താനുള്ള ഒരാഗ്രഹം ഒരമ്മ എന്ന നിലയ്ക്കുണ്ട്. എപ്രകാരമാണ് അവരെയൊക്കെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്? ഞങ്ങൾ എല്ലാ ആഴ്ചയിലും റഷീദിയ കൂട്ടായ്മയുടെ പ്രയറിന് പോകും. പിന്നെ റീച്ച് ഔട്ട് മിനിസ്ട്രിയുടെ എല്ലാ പ്രയറിനും എല്ലാത്തിനും ഞങ്ങൾ പോവാറുണ്ട്. കുടുംബസമേതം മക്കളെയും കൂട്ടി. ചെറുപ്പം മുതലേ ജയിലിൽ ഞാൻ പോണ സമയത്ത് മക്കളെയും കൊണ്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവർക്കറിയാം അവരോട് എന്താണ് സംസാരിക്കുന്ന എല്ലാവർക്കും. പിന്നീട് വീട്ടിലാണെങ്കിലും രാവിലെ മക്കൾ ബൈബിൾ വായിച്ചതിന് ശേഷമേ ഞാൻ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുള്ളൂ. അവർ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കും. ഒരു വട്ടം സമ്പൂർണ്ണ ബൈബിൾ അവർ വായിച്ച് തീർത്തു. രണ്ടാമത്തെ വട്ടം ഇപ്പോൾ ഈ മാർച്ച് ആകുമ്പോൾ അവർ തീർക്കും. പിന്നീട് വൈകുന്നേരം നിതീഷ് മിക്കപ്പോഴും വീട്ടിലുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ റീച്ച് ഔട്ട് മിനിസ്ട്രിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകും. ഞങ്ങൾ എല്ലാ ദിവസവും ഇല്ലാത്തപ്പോഴും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥന ചൊല്ലും. പിന്നെ ഇവർ രണ്ടുപേരും ഓൾട്ടർ സർവേഴ്സാണ്. അങ്ങനെ അവരുടെ വിശ്വാസത്തിലൂടെ അവരെ മുന്നോട്ട് നയിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ ജപമാലയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബ ബന്ധങ്ങൾ വളരെ ശക്തമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ജപമാല വളരെ വലിയൊരു ശക്തി തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഒരു ജപമാല ചൊല്ലാത്ത ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിലില്ല. ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്ത് വീട്ടിൽ ഒരുമിച്ചിരുന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന തരത്തിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെക്കൊണ്ട് സാധിക്കാറില്ല ചിലപ്പോൾ. കാരണം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് നേരെ പള്ളിയിലേക്കായിരിക്കും പോവുക. പക്ഷെ എന്നിരുന്നാലും കുടുംബ പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് വീട്ടിൽ ഷീജയും പിള്ളേരും ചെല്ലും. ഞാനോ കാറിലൊക്കെ ഉടൻ ചെല്ലും. എന്നാൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ പുറത്താണെങ്കിലും ഒന്നിച്ചിരുന്ന്, കാറിലാണെങ്കിലും ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലിയിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു ജപമാല ചൊല്ലാത്ത ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ട്. ഈ ചെറിയ പ്രായത്തിലെ കുട്ടികൾ രണ്ടാമത്തെ പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അനേകം മക്കൾക്കൊരു വലിയ മാതൃക കൂടിയാണ്.
രണ്ടാമത്തെ പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് വലിയൊരു മാതൃക കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ വചനമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്കറിയാവുന്ന വചനം ഒന്ന് പങ്കുവെച്ച് ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. മാത്യു 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ലൂക്ക് 21:33 ആകാശവും ഭൂമി കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. പരിശുദ്ധാത്മാ നിന്റെ വരും, അക്തര ശക്തി നിന്റെ ആവസിക്കും. ലൂക്ക് chapter 1:35. പ്രവാസ ജീവിതത്തിൽ കുടുംബത്തോടു കൂടി ആയിരിക്കുമ്പോൾ നിങ്ങൾ ഈ കുട്ടികൾക്ക് നല്ല മാതൃക മാതാപിതാക്കന്മാരാണ്. അവരെ അവരുടെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ പിന്തുണ നൽകുന്നുണ്ട്. ഇന്ന് നമ്മെ ശ്രവിക്കുകയും നമ്മെ കാണുകയും ചെയ്യുന്ന ഈ ശാലോം പ്രേക്ഷകർക്ക് ഒരു നല്ല പിതാവ് എന്ന നിലയ്ക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ വർഷം ഒരു സുഹൃത്തുക്കൾ ചേർന്ന് ആസാമിൽ ഒരു 10 ദിവസം ഞങ്ങൾ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമ ഹി വിൽ കം അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഞങ്ങൾ അവിടെ പള്ളികളിലും കവലകളിലൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനം, അതോടൊപ്പം ചെറിയ ധ്യാനങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ആസാമിലൊരു കുഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കവലയിൽ സിനിമ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ ഞങ്ങളുടെ ആ പള്ളിയിലെ അച്ഛനുണ്ട്. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊട്ടപ്പുറത്തൊരു വീട്ടിലെ കുട്ടി വന്നിട്ട് അച്ഛനെയും ഞങ്ങൾ 4-5 പേരുണ്ട്, ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഒന്ന് വീട്ടിലേക്ക് വരാം, വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 10-12 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഞങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെയൊക്കെ സ്കൂളിൽ പള്ളിയോട് ചേർന്നുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നു, കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്കും അമ്മ അകത്തുനിന്ന് ഞങ്ങൾക്ക് ചായയുമായിട്ട് വന്നു. അപ്പോൾ ഒരു മുളയൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു കുടിൽ പോലത്തെ ഒരു വീടാണത്, മുളയൊക്കെ കുത്തി മറച്ചത്. അമ്മ ഇങ്ങനെ ചായയായിട്ട് വരുന്നവർ അല്പം ആടിയൊക്കെ അമ്മ വരുന്നത്. പക്ഷെ എന്നാലും നല്ല ചായ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചായ തന്നു. അച്ഛന് ഞങ്ങളൊക്കെ ഒരു ചായ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞാൽ അമ്മ നിന്നിട്ട് ഇങ്ങനെ ആടുകയാണ് പയ്യെ. അപ്പോൾ അച്ഛൻ ഞങ്ങൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു, അമ്മ ഇത്തിരി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കുട്ടി അപ്പുറത്തേക്ക് കുട്ടി കേൾക്കുന്നുണ്ട്. ഇത് അച്ഛനിങ്ങനെ പറഞ്ഞ പാടി ആ കൊച്ചിൻ്റെ കണ്ണുകൾ പയ്യെ നിറയാൻ തുടങ്ങി. 12 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഇതിങ്ങനെ പറഞ്ഞ് തീരെയില്ല. പുറകെ പിതാവും പുറത്തുനിന്ന് കയറി വന്നു, കുട്ടിയുടെ അപ്പൻ. അമ്മ 2 കാലിൽ വേച്ചെങ്കിൽ അപ്പൻ 4 കാലിലാണ് വന്നത്. ഇതോടുകൂടി പിന്നെ ആ പെൺകുട്ടി ഞങ്ങൾ പോരും വരേക്കും മുഖം ഉയർത്തിയിട്ടില്ല. എന്നാലോ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണാമായിരുന്നു. അപമാനഭാരം കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ തലതാഴ്ത്തിയുന്ന ആ പെൺകുട്ടിയുടെ കണ്ണുകൾ എൻ്റെ മനസ്സിൽ ഇന്നും ഒരു വേദനയായിട്ട് തോന്നാറുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോൾ യാദൃച്ഛികമായിട്ടാണ് എനിക്കൊരു വചനം കൂടി കിട്ടുകയുണ്ടായി. സുഭാഷിതങ്ങൾ 17:6 അതിൻ്റെ 2ാമത്തെ ഭാഗം ഇങ്ങനെയാണ്: മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രേ. ആ പെൺകുട്ടിയുടെ വേദന നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുത്. മാതാപിതാക്കളെ പ്രതി അഭിമാനിക്കുന്ന തരത്തിൽ, മക്കൾ ആര് വന്നാലും തലയുയർത്തിപ്പിടിച്ചിക്കാൻ നിൽക്കുന്ന തരത്തിൽ മാതാപിതാക്കൾ അവരുടെ മുമ്പിൽ പ്രശോഭിക്കണം. അല്ലാതെ ആളുകളെ കാണുമ്പോൾ എൻ്റെ അപ്പൻ കുടിയനാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ ജീവിതം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ തലതാഴ്ത്താനായിട്ട് മാതാപിതാക്കൾ ഒരിക്കലും സമ്മതിക്കരുത്. മാതാപിതാക്കളെ പറ്റി അഭിമാനിക്കുന്നത് ഈ വചനത്തിൽ പറയുന്നത് പോലെ മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രയെന്ന് പറയുന്ന തരത്തിൽ അഭിമാനിക്കാവുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ, മാതാക്കളുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം. ഒരു ജീവിത പങ്കാളി എന്ന നിലയ്ക്ക് ഷീജയ്ക്ക് നൽകാവുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? പ്രാർത്ഥിക്കുക. നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അവരോട് കൂടി ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ പണികളും തീർന്ന് ഒഴിവ് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തിൽ നമ്മൾ കൃത്യമായൊരു സമയം നമ്മൾ സൂക്ഷിക്കുക. ആ സമയത്ത് വേറെ എല്ലാ പണികളും എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ആ സമയം നമ്മുടെ ദൈവത്തോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ അവർക്കൊരു സംരക്ഷണം കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം. പ്രിയ ശാലോം പ്രേക്ഷകരെ, കർത്താവിൻ്റെ ശക്തി ഒന്ന് മാത്രമാണ് ഇവരുടെ അഭിമാനം. വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയും ദൈവവിശ്വാസവും മാത്രമായിരുന്നു അവരുടെ കൈമുതൽ. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പരിപാലന ഇവരനുഭവിച്ചിരുന്നു. അത് മറ്റുള്ളവരിലേക്ക് പങ്കുവച്ചു കൊടുക്കുന്നു. നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നിതീഷിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, മുന്നോട്ടുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കൂടെ ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ കുടുംബത്തെ പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ കുടുംബം ഒന്നായി നിന്നുകൊണ്ട് അനേകർക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇനിയും ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവനാമത്തിൽ നന്ദി. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം